ഞാൻ പണ്ട് പള്ളിയിൽ അനൗൺസ് ചെയ്യാൻ പോയിട്ടുണ്ട്. പള്ളിയിൽ ഒരു ബൈബിൾ നാടകം അങ്ങനെ എന്തോ ഒരു നാടകമാണ്, ഒരു ക്രിസ്ത്യൻ നാടകമാണ്. അതിൻ്റെ വോയിസ് ഓവറിന് വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. സ്റ്റേജിൽ അഭിനയിക്കേണ്ട, സൈഡിലിരുന്ന് ഞാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഏതോ ഒരു പുണ്യാളനെ കണ്ടാൽ ചെന്നായ്ക്കൾ മുട്ടുമടക്കിയിരിക്കും എന്ന് പറയുന്ന ഒരു സീനാണ്. അപ്പം ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ പ്രച്ഛന്ന വേഷത്തിന് ഈ പുണ്യാളൻ്റെ വേഷം കെട്ടാൻ തീരുമാനിച്ചു. എന്നിട്ട് അവിടെ തന്നെയുള്ള ഒരു വലിയ വീട്ടിലൊരു വലിയ പട്ടിയുണ്ട്. ഈ പട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഓണർ ഇങ്ങനെ കൈ ഇങ്ങനെ ഞൊടിച്ചാൽ ഈ പട്ടി ഇങ്ങനെ കിടക്കും. ഇവൻ ഈ പട്ടിയായിട്ട് കൂട്ടാകാൻ വേണ്ടിയിട്ട് ഇവൻ ഡെയിലി ബീഫൊക്കെ മേടിച്ച് പട്ടിക്ക് കൊടുത്ത് പോയി എൻ്റെ കൂട്ടുകാരൻ ഈ പട്ടിയുമായിട്ട് നല്ല കൂട്ടായി. എന്നിട്ട് ഇവൻ ഇങ്ങനെ ഞൊടിച്ചാലും ഈ പട്ടി കിടക്കും എന്നുള്ള അവസ്ഥയായി. ഡെയിലി 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ സ്റ്റേജിൽ പോയിട്ട് ഈ പരിശീലനമുണ്ട്. ഇവൻ ഈ സൈഡിൽ നിന്ന് വരും, പട്ടി ഈ സൈഡിൽ നിന്ന് വരും. ഇവർ രണ്ടുപേരും മുഖത്തും ഇവൻ ഇങ്ങനെ കൊട്ടും, പട്ടി ഇങ്ങനെ കിടക്കും. ഞാനാണ് പറുദീസയിലെന്ന് ഇന്ന പുണ്യാളനെ കണ്ട് ചെന്നായ്ക്കൾ മുട്ടുമടക്കി എന്നൊക്കെ ഞാൻ പറയണം. ഇതിങ്ങനെ ഇവൻ ഈ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുന്നത് നാട്ടിലൊക്കെ പാട്ടായി. അങ്ങനെ ഇവൻ്റെ ഈ ഐറ്റം ഉണ്ടെന്നുള്ളത് പള്ളിയിൽ പെരുന്നാളിന് മുമ്പ് തന്നെ എല്ലാവരും അറിഞ്ഞു. ഒപ്പം ഒരുപാട് പേര് പ്രച്ഛന്ന വേഷത്തിന് പേര് കൊടുത്തവർ പിന്മാറി. കാരണം വേഷം കെട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ല. ഫസ്റ്റ് പ്രൈസ് ഇവൻ കൊണ്ടുപോകും. ഇവൻ പുണ്യാളനായിട്ട് വരുന്നു, നായ മുട്ടുമടക്കുന്നു, കയ്യടി വീഴുന്നു, ഇവന് ഫസ്റ്റ് കിട്ടുന്നു. സെക്കൻഡിനും തേർഡിനും വേണ്ടി മാത്രമേ ഇനി മത്സരമുള്ളൂ. ഫസ്റ്റ് ഇവന് കിട്ടുമെന്ന് ഉറപ്പായി. അങ്ങനെ അന്നേ ദിവസം പള്ളിയിൽ ആൾക്കാരിയ്ക്കുന്നു. ട്രെയിൻഡ് ആയിട്ടുള്ള പട്ടി സ്റ്റേജിൻ്റെ ആ സൈഡിൽ നിൽക്കുന്നു. ഞാൻ അനൗൺസ് ചെയ്യാൻ നിൽക്കുന്നു. എല്ലാം റെഡിയായി. ചെസ്റ്റ് നമ്പർ വിളിച്ചപ്പോഴാണ് ഇവൻ ഇത്രയുള്ളൊരു വെപ്പ് താടിയും ഒരു വിഗും കയ്യിലിങ്ങനെ വളഞ്ഞ ഒരു വടിയും ചാക്ക് തയ്ച്ച പോലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവൻ ഈ സൈഡിൽ നിന്നും വന്നു, പട്ടി ഈ സൈഡിൽ നിന്നും വന്നു. പട്ടിക്ക് ഇവനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇവൻ ഇത്രയും ട്രെയിൻഡ് ആയതൊക്കെ പറഞ്ഞു. പട്ടി ഞാൻ പറുദീസയിലെന്ന് പുണ്യാളനെ കണ്ടെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പട്ടി ഇവനെ നോക്കിയിട്ട് എന്നും പറഞ്ഞിട്ട് പുണ്യാളനും പട്ടിയും കൂടെ ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ ചാടി ഒരു ഒറ്റ ഓട്ടം പറമ്പിലോട്ട്.